നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് എനിക്കൊപ്പം വിളി സുരേഷ് ചേട്ടന് ക്രൂരമായ മർദ്ദനമേറ്റു. പോലീസുകാരാണ് മർദ്ദിച്ചത്. പക്ഷേ എന്തിനു വേണ്ടിയാണ് തല്ലുകൊണ്ടതെന്നും തല്ലി ചതയ്ക്കപ്പെട്ടതെന്നും ഇതുവരെയും ഈ മനുഷ്യന് മനസ്സിലായിട്ടില്ല. ദീപാവലിയിലൊന്ന് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഈ ലൂമിനേഷൻ കണ്ടുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ലൂമിനേഷൻ ഇട്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ലൂമിനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ നേരത്ത് ഈ പോലീസ് സ്റ്റേഷൻ്റെ മണ്ടയിൽ ഒരു യൂണിഫോം ഇല്ലാത്തൊരു പോലീസുകാരൻ ഇറങ്ങി ആടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഓടി ഞാൻ ഇറങ്ങിയാണ്. ആ സമയത്ത് ഞാൻ ഇത്തിരി അങ്ങോട്ട് മാറിയ സമയം കൊണ്ട് അടുത്ത് വന്നിട്ട് ചെബുക്കോലുള്ളൊക്കെ ഒരു അടി. അടുത്ത അടി അടിക്കുന്നത് ഞാൻ കൈ കൊണ്ട് തടഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അകത്തുനിന്ന് ഒരു പോലീസുകാരൻ ഇറങ്ങി വന്ന് എൻ്റെ ഉടുപ്പിനും തോർത്തിനെല്ലാം അവിടെ ചുറ്റിട്ട് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകാൻ നേരത്ത് ഈ യൂണിഫോം ഇല്ലാത്ത പോലീസുകാരെ മുതുകുത്തി ഇടിയങ്ങ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വരെ ഇന്ന് ഇടി. പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറിയുമ്പോൾ എനിക്ക് തലയും കണ്ണും ചുറ്റി ഞാൻ ബോധമില്ലാതെ അങ്ങ് വീണു. ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിന് ബോധമില്ലാതെ അവിടെ നിലത്ത് കിടക്കുകയായിരുന്നു. ഞാൻ ചെന്ന് ചോദിച്ചു എന്തൊരു കാര്യം അത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ കയറി ചീത്ത വിളിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ പാവങ്ങളടുത്ത് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. അവരെ ഗുണ്ടായിസം അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പാവപ്പെട്ടവരെ അടിച്ചു മർദ്ദിച്ച് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയണത്. പക്ഷെ അതല്ല അവിടെ നടക്കുന്നത്. സുരേഷ് മദ്യപിച്ചെത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ബഹളം വെച്ചു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. പെറ്റിക്കേസ് എടുത്ത ശേഷം വിട്ടയച്ചെന്നും പോലീസ് പറയുന്നു. മദ്യപിച്ചെത്തി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യാനായി നിരവധി നിയമവശങ്ങളുണ്ട്. അതിനു പകരം പോലീസ് തന്നെ ശിക്ഷ നടപ്പാക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഇത്ര വലിയ പ്രശ്നമാണ് സുരേഷ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ പോലീസിന് ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കാമായിരുന്നല്ലോ. ഇവിടെ അതുമുണ്ടായില്ല. നീ ഇത്രയും പെട്ടെന്ന് എടുത്തോണ്ട് പോകുമെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു അത് എടുത്തോണ്ട് പോകാൻ വേണ്ടി ഇത്ര വേണ്ടി അടിക്കാൻ വേണ്ടി എന്തുണ്ടായി സാറേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും ഇപ്പം നീ അറിയേണ്ട, നീ എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുപോ, പെറ്റിയൊന്നുമില്ല, കേസ് ഒന്നുമില്ല, എങ്ങനെയെങ്കിലും അവനെ വലിച്ചെടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മളെ ജീവിതം ഇതോടെ തീർന്നു. ഇനിയിപ്പോൾ അധികം നാളൊന്നും പുള്ളിക്കാരന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു കഴിവില്ല. അത് കണക്കാക്കി ഒരു ചായയുടെ ജക്ക് പോലെ എനിക്ക് എടുക്കാൻ പറ്റിയ കണക്കാക്കി കളഞ്ഞു ആ പോലീസുകാർ. ഇനി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണോ തടവിയൊക്കെ നോക്കണം. ഇനിയിപ്പോൾ തടവി നോക്കിയിട്ട് ജോലിക്ക് ഇറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇനി അല്ല ലോട്ടറി കച്ചവടത്തിനല്ല പോകണം. ഇതേ കണക്ക് അനങ്ങാതെ ഇല്ല റോബോട്ട് പോകണ കണക്ക് പോകണം എനിക്കിനി. നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന്. ഇതിപ്പോൾ പണ്ട് തല്ലിച്ചതച്ചിരുന്ന ഗുണ്ടാ പോലീസും ജനമൈത്രി പോലീസും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലാതായി മാറി. നെല്ലിമുരുകനൊപ്പം അമൽ തന്നംപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.